Good morning, Dr. Stockiലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഡോക്ടർ സ്റ്റോക്കിൽ എന്നോടൊപ്പം ഡോക്ടർ അരുൺ ഓമൻ, അദ്ദേഹം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജനാണ്. അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്ന വിഷയം വളരെ സാധാരണയായി നമ്മുടെ ഇടയിൽ കാണുന്ന ഒരു പ്രശ്നമാണ്. പല ആൾക്കാരും വളരെ കോമൺ ആയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. 1 കഴുത്ത് വേദന, 2 പുറം വേദന, 3 നടുവേദന. ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് കാണുന്ന ചില പ്രശ്നങ്ങളാണ്. ഇത് ചില പ്രത്യേക രീതിയിലുള്ള ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മരുന്നുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സർജറി വഴിയോ വളരെ പൂർണ്ണമായും സുഖപ്പെടുത്താൻ പറ്റുന്ന, അത് മാത്രമല്ല നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് വരാതെ നോക്കാനും നമുക്ക് സാധിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ പലർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഡോക്ടറോട് തന്നെ നമുക്ക് ചോദിക്കാം. ബാക്ക് പെയിൻ എന്ത്, കഴുത്തുവേദന എന്ത്, നടുവേദന എന്ത്, ഡോക്ടറോട് തന്നെ നമുക്ക് ചോദിക്കാം. ഡോക്ടർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ നമ്മുടെ വിഷയം എന്താണെന്ന് പറഞ്ഞത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലം. പക്ഷേ ഒരു ന്യൂറോ സർജനോ അല്ലെങ്കിൽ ഒരു സ്പൈൻ സർജനോ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രോബ്ലം ചിലപ്പോൾ ബാക്ക് പെയിൻ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഈ കേസ് ഇപ്പോൾ കാണുന്നത്? പണ്ടുകാലത്ത് ഈ നടുവേദന എന്നൊക്കെ പറഞ്ഞ ഒരു പ്രായം വരുമ്പോൾ പ്രായമുള്ള ആൾക്കാർക്ക് വരുന്ന ഒരു അസുഖമായിരുന്നു. പക്ഷെ ഇപ്പം വന്ന് ഇപ്പം നമ്മുടെ ചെറുപ്പക്കാർക്ക് പോലും ഒരു മിഡിൽ ഏജ് ഒരു 20 വയസ്സ് മുതലുള്ളവർക്ക് പോലും ഇത് വളരെ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അതിന് കാരണം അതിൻ്റെ നമ്മുടെ ജീവിത ശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് ഇതിന് മെയിൻ കാരണം. മെയിനായിട്ടുള്ള നമുക്ക് ഈ കമ്പ്യൂട്ടർ യുഗം, നമ്മുടെ ഈ മൊബൈല്, ഐപാഡ്, ലാപ്ടോപ്പ് എല്ലാം വളരെ ഇപ്പം ഉപയോഗം വളരെ കൂടുതലാണ്. അപ്പം അതിൻ്റെ ഉപയോഗം മൂലമാണ് ഈ ഭൂരിപക്ഷം ഈ യങ്സ്റ്റേഴ്സിലും ഇത് കാണപ്പെടാറുള്ളത്. അവരെ അത് ഉപയോഗിക്കുമ്പോൾ അവരുടെ ആ ഒരു പോസ്ചർ നമുക്കിപ്പോൾ നമ്മൾക്കൊരു മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ആ ഒരു കഴുത്ത് മടക്കിയാണ് ഉപയോഗിക്കുന്നത്. കഴുത്തിങ്ങനെ മടക്കി. അപ്പോൾ അവരതിൽ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ, ഈ കണ്ടിന്യൂസ് ഇൻവോൾവ് ആയി കഴിയുമ്പോൾ ആ കഴുത്തിന് ഭയങ്കരമായിട്ടൊരു സ്ട്രെയിൻ അനുഭവപ്പെടും. അപ്പം അത് കാരണം അത് പിന്നെയും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ കഴുത്തിൻ്റെ പ്രോബ്ലം വരുന്നത്. നമ്മുടെ കഴുത്തിന് ഒരു കർവേച്ചർ ഉണ്ട് നോർമലായിട്ട്, നമ്മുടെ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ അത് ഒന്ന് ഫ്രണ്ടിലോട്ടുള്ള ഒരു അലൈൻമെന്റ് വളവാണ്. അതുപോലെ തന്നെ നമ്മുടെ താഴത്തെ സ്പൈൻ, നടുവിന് ഒരു വളവുണ്ട്. അത് അതിന്റെ എതിരെ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും തോറും കൂടുതൽ പ്രവർത്തിക്കും തോറും അതിന് കൂടുതൽ നമുക്ക് സ്പൈനിൽ സ്ട്രെയിൻ വരും. അതാണ് ഇപ്പോൾ സംഭവിക്കാറുള്ളത്. ഈ ലാപ്ടോപ്പൊക്കെ ആകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു ഇരിപ്പാണ്. ലാപ്ടോപ്പ് എല്ലാവരും മടി വെച്ചാണ് സാധാരണ ലാപ്ടോപ്പ് പ്രവർത്തിക്കുന്നത്. പിന്നെ മൊബൈലാണെങ്കിലും ആ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഫീൽ ചെയ്യും, ഒരു കഴുത്തിന് ഒരു സ്ട്രെയിൻ. അതിങ്ങനെ പിന്നെയും ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്കും അതൊരു വേറൊരു രീതിയിലേക്ക് മാറും. ആദ്യം എനിക്ക് തോന്നുന്നു ഈ ഉപയോഗം ഇച്ചിരി കുറച്ചാൽ ആ വേദന കുറയുമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ കുറയാതെ വരും. അതെ, കുറയാതെ വരും. കാരണം നമ്മുടെ സ്പൈനിൽ അങ്ങനെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അത് വളരെ സ്ലോ പ്രോസസ്. എന്ത് ചേഞ്ചസ് അവിടെ സംഭവിക്കുന്നത്? അതുകൊണ്ട് തേയ്മാനം സംഭവിക്കും. നമ്മുടെ മസിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ സ്പൈൻ ഇങ്ങനെ ഒത്തിരി വളഞ്ഞിരിക്കുമ്പോൾ മസിലിന് സ്പാസം വരും, എന്ന് വെച്ചാൽ പിടുത്തം വരും. ആ പിടുത്തം കാരണം നമ്മൾ കൂടുതൽ ഫോഴ്സ് ഉപയോഗിക്കും. നമ്മളിങ്ങനെ അത് അനക്കാൻ വേണ്ടി കൂടുതൽ ഫോഴ്സ് ഉപയോഗിക്കുന്നതോറും ആ സ്ട്രെയിൻ കംപ്ലീറ്റ് നമ്മുടെ നട്ടലിനും നമ്മുടെ ലിഗമെന്റ്സിനും അതിന്റെ ഇടയ്ക്കുള്ള ഡിസ്കിനൊക്കെ അതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അതിങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നതും തോറും അതിന്റെ കൂടുതൽ ഡാമേജ് വന്നുകൊണ്ടിരിക്കും. അത് സാധാരണ ഈ സ്പൈൻ തേയ്മാനം ഒരു പ്രായമൊക്കെ ആകുമ്പോൾ പലരും പറയാറുണ്ട്. പക്ഷെ ഇപ്പം ഈ ഇങ്ങനത്തെ ഒരു ജീവിത ശൈലിയുടെ ചേഞ്ചസ് കാരണം കൂടുതൽ കാണാറുണ്ട്. പിന്നെ വരുന്നത് വെച്ചാൽ നമ്മുടെ കഴുത്തിന്റെ വേറൊരു ശൈലി എന്ന് വെച്ചാൽ ആൾക്കാർ കാല് പൊക്കി വെച്ചിരിക്കുന്നത്, അത് നമ്മുടെ ബാക്കിനെ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഇപ്പോഴത്തെ നമ്മളെന്ന് പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസിന് പ്രൊലോങ്ഡ് ഡ്രൈവിംഗ് ആണ് എല്ലാവരും. ഇപ്പോഴത്തെ ബ്ലോക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും ഡ്രൈവ് ചെയ്യുമ്പോഴും വളരെ ഒരേ ഒരു പൊസിഷൻ ഇരുന്നാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷൻ ഇരിക്കുമ്പോഴേക്കും ശരിക്കും ബാക്കിന് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ വരും. പിന്നെ പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ വളരെ ആക്റ്റീവ് ആയിരുന്നു. അവരെല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ജോലി ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇരുന്നാണ് ജോലി ചെയ്യുന്നത്. വളരെ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. ആ ഒരു ലൈഫ് സ്റ്റൈൽ കാരണം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മസിലിന്റെ പവറൊക്കെ അങ്ങ് കുറവായിരിക്കും. ആ ഒരു മസിലിന്റെ പവർ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ബാക്കിന് സ്ട്രെയിൻ ചെറിയായിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. സ്ട്രെയിൻ കൊടുക്കുന്നതോറും അതിന് കൂടുതൽ ഈ ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ഇങ്ങനത്തെ ഈ കാരണങ്ങളൊക്കെയാണ് ഇപ്പം ഈ യങ്ങർ ജനറേഷനിലോട്ട് കൂടി ഒത്തിരി ബാക്ക് പെയിൻ കാണപ്പെടാറുള്ളത്. ഈ അമിതവണ്ണം
ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ആഹാര രീതിയൊക്കെ ഇപ്പൊ മോശമായതുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ആ എക്സസൈസ് ഒന്നും ഇല്ലായ്മയും ആഹാര രീതികളുടെ വ്യത്യാസം കൊണ്ട് അമിതവണ്ണം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമിതവണ്ണം ഇതിനൊരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ്. അതെ, വളരെ കോൺട്രിബ്യൂട്ടീവ് ഫാക്ടറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമിതവണ്ണം എന്ന് വെച്ചാൽ കൂടുതൽ നമ്മുടെ ബോഡിയിലുള്ളത് ഫാറ്റാണ്. ഫാറ്റ് നമുക്ക് ഒരിക്കലും സ്ട്രെങ്ത് തരത്തില്ല, നമ്മുടെ വെയിറ്റ് കൂട്ടത്തേ ഉള്ളൂ. അപ്പൊ ഈ സ്ട്രെങ്ത് നമ്മുടെ ഈ വെയിറ്റ് കൂട്ടുന്നതോടും നമുക്ക് ബാക്കിനും പവർ സ്ട്രെങ്ത്തും ഇല്ല, അറ്റ് ദ സെയിം ടൈം ഭയങ്കര വെയിറ്റുമാണ്. എസ്പെഷ്യലി ഇവർ കൊടവയറുള്ള ആൾക്കാർക്കൊക്കെ ശരിക്കും ഈ ബാക്ക് സ്ട്രെയിൻ ഭയങ്കര കൂടുതലാണ്. കാരണം അവർ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു വലിച്ചിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഈ സ്ട്രെയിൻ. അത് മാത്രമല്ല, കൊടയർ വണ്ണം കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ ഒരു സെഡൻറ്ററി എന്ന് വെച്ചാൽ അനങ്ങാതിരിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അത് കൂടുതൽ അനങ്ങാതിരിക്കാൻ തോറും പിന്നെ വണ്ണം കൂടുതൽ അതൊരു സൈക്കിൾ പോലെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ശരിക്കും നടുവേദന വളരെ കൂടുതലാണ്. അപ്പൊ എപ്പോഴും വണ്ണം കുറഞ്ഞ് ഒരു ഹെൽത്തി ആയിട്ട് ആക്റ്റീവായിട്ട് നടക്കുന്നതാണ് എപ്പോഴും ഒരു നടുവേദനയും കഴുത്തുവേദനയും വരാതിരിക്കാനായിട്ട് നല്ലത്. ഈ വണ്ണം ഇപ്പൊ നടുവേദനയുടെ കാര്യം പറഞ്ഞല്ലോ, നടുവേദന, പുറം വേദന, കഴുത്തുവേദന, ഇതെല്ലാം ഇതിനെയൊക്കെ ഒരു പ്രശ്നമാണിത്, അല്ലെങ്കിൽ ഇതൊരു ഡോക്ടറെ കാണേണ്ടതാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഏത് സാഹചര്യത്തിലായിരിക്കും? ഇപ്പം നടുവേദന വരാത്ത ആൾക്കാർ ആരും കാണത്തില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ അത് നമുക്ക് എന്തെങ്കിലും രീതിയിൽ കഴുത്തുവേദന നടുവേദനയൊക്കെ വരാം. പക്ഷെ ചില സമയത്ത് നമ്മൾ നടുവേദന വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വെട്ടൽ പോലെ ആയിരിക്കും. വെട്ടൽ പോലെ നമുക്ക് അനങ്ങാൻ പറ്റാത്ത ഒരു രീതി പോലെ ആയിരിക്കും. അത് അപ്പം തന്നെ റെസ്റ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറേണ്ടതാണ്. പക്ഷെ മാറിയില്ലെങ്കിൽ ഡോക്ടറെ കാണണം. പിന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ സുഷുപ്തി നാഡിയുണ്ട്, അവിടെ ഇങ്ങനെ ഓരോ ഞരമ്പുകൾ ഇങ്ങനെ ഓരോ ലെവൽ, കഴുത്ത് മുതൽ താഴെ വരെ ഓരോ ലെവലിൽ ഞരമ്പ് ഇങ്ങനെ, അതാണ് നമ്മുടെ കഴുത്ത് മുതൽ താഴെ വരെ സപ്ലൈ ചെയ്യുന്നത്. അതിലേക്ക് ഏതെങ്കിലും ഡിസ്ക് തെറ്റി ഇങ്ങനെ തട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ഒരു അഡിക്കുലർ പെയിൻ, ഒരു ഷൂട്ടിംഗ് മിന്നൽ പോലെ. പലരും പറയും പെട്ടെന്ന് ഒരു ഭയങ്കര മിന്നല്, പിന്നെ ഒരു മരപ്പ്, ഈ ഏരിയ ഒരു മരപ്പ് പോലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉടനെ ഡോക്ടറെ കാണാം. പിന്നെ ചിലപ്പം ഇങ്ങനെ പെട്ടെന്ന് സ്ട്രെയിൻ എടുക്കുമ്പോഴേക്കും ഒരു തളർച്ച പോലെ സംഭവിക്കാം. അപ്പോഴാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണണം. അതാണ് നമ്മൾ ഡോക്ടറെ കാണുന്ന സ്റ്റേജ് തീരുമാനിക്കുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരുടെ കാര്യം പറഞ്ഞു. എന്നാലും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കും ഡ്രൈവിംഗ് നടത്തുന്നവർക്ക് മാത്രമല്ല, വേറെ പല തരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്. ഏതൊക്കെയാണ് ആ ഒരു റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയാവുന്ന ആരൊക്കെയാണ്? റിസ്ക് ഗ്രൂപ്പ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ജോലിക്കാരാണ് ആയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഈ ഡ്രൈവേഴ്സ്, ഒത്തിരി ഡ്രൈവ് ചെയ്യുന്ന ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവേഴ്സിനൊക്കെ കൂടുതൽ വരാം. പിന്നെ ഈ മാനുവൽ വർക്കേഴ്സ്, അവരൊക്കെ വളരെ എന്താ വെച്ചാൽ വളരെ അശാസ്ത്രീയമായിട്ടാണ് ഈ വെയിറ്റ് ഒക്കെ പൊക്കുന്നത്. പെട്ടെന്ന് എടുത്ത് പൊക്കുക, അങ്ങനെ പോയിക്കുക, ഒരു സൈഡ് മാത്രം ഇങ്ങനെ പൊക്കുക, അങ്ങനെ ഒത്തിരി മോശമായ രീതിയിലാണ് അവർ വെയിറ്റ് ഒക്കെ പൊക്കുന്നത്. അവർക്കൊക്കെ ഇങ്ങനെ വരാം. പിന്നെ കുനിഞ്ഞ് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സ്ഥിരം വരാം. ഈ ക്ലീനേഴ്സ്, പിന്നെ കർഷകർ, അവർക്കൊക്കെ കൂടുതൽ കാണപ്പെടാറുണ്ട്. പിന്നെ നടുവളച്ച് എന്ന് വെച്ചാൽ ഇത് ഹെവി പോലീസുകാര് അവര് ഒത്തിരി അവരുടെ എക്യുപ്മെന്റ്സ് ഒക്കെ ഭയങ്കര ഹെവിയാണ്. എന്തെങ്കിലും ഒരു ലഹള എന്തെങ്കിലും സംഭവിക്കാം, അവരിങ്ങനെ നിരന്തരം ഇങ്ങനെ ഹെവി വെയിറ്റ്സ്. അപ്പൊ അങ്ങനെ അവർക്ക് സ്ഥിരം ഉപയോഗിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാം. ഇങ്ങനെയുള്ള ഇപ്പൊ നടുവേദന വരുന്നവർക്ക് നിങ്ങളിപ്പോ ഒരു ഡോക്ടറെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പരിശോധനകളുടെ ആവശ്യമുണ്ടോ? അതോ ഈ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ തീരുമാനമാവോ? പരിശോധന മിക്കവാറും നടുവേദനയ്ക്ക് അവരുടെ ഒരു പരിശോധന ഇനീഷ്യൽ സ്റ്റേജിൽ ആവശ്യമില്ല. ഇനീഷ്യൽ സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് അവർക്ക് കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അഡ്വൈസ് ചെയ്താൽ മതി. അതിന് ഒത്തിരി കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യാനുണ്ട്. ഒന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഓർഗൻ, നമ്മുടെ പോസ്റ്റർ പറഞ്ഞു, എപ്പോഴും നമ്മൾ എറക്റ്റ് ആയിട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എറക്റ്റ് പോസ്റ്ററാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. പക്ഷെ അതിന്റെ എതിരെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പൊ എറക്റ്റ് പോസ്റ്റർ മൈൻഡ് എപ്പോഴും ഇരിക്കുമ്പോൾ എപ്പോഴും ഒരേപോലെ, കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ ഒരേ കണ്ണിന്റെ ലെവല്, അതെ, ആ ലെവലിലേക്ക് സെറ്റ് ചെയ്യുക. പിന്നെ കാല് കുത്തിയിരുന്ന ഈ കാല് പൊക്കിയിരുന്നുള്ള ഇരിപ്പ് ഒഴിവാക്കുക. പിന്നെ ഇരുന്നുറങ്ങല്, പലർക്കും ഇരുന്നുറങ്ങുന്ന ഒരു ശീലമുണ്ട്. എസ്പെഷ്യലി ഈ ഡ്രൈവിംഗ്, ഈ വണ്ടി ബസ്സിലേക്ക് ഇരിക്കുമ്പോൾ ഇരുന്നുറങ്ങാൻ ശ്രമിച്ചെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ മസിലിനൊരു കൺട്രോൾ കാണത്തില്ല. ഉറങ്ങുമ്പോൾ നമുക്കൊരു കഴുത്തിനൊരു കൺട്രോൾ കാണത്തില്ല. അത് മാത്രമല്ല ഈ റോഡിന്റെ പ്രത്യേകതകളും ഡ്രൈവിംഗിന്റെ പ്രത്യേകതകളും ഒത്തിരി ആയിരിക്കും. അതൊക്കെ ശരിക്കും ദോഷം ചെയ്യും. പിന്നെ നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്ത് ഇപ്പൊ നമ്മളൊരു സ്പോഞ്ച് മാട്രസിലല്ല ഉറങ്ങേണ്ടത്. എപ്പോഴും ഒരു കൊയർ, ഒരു ഫേം, ഒരു കൊയർ, അതെ, ഒരു കൊയർ മാട്രസിലാണ് ഉറങ്ങേണ്ടത്, സ്പോഞ്ചിൽ ഉറങ്ങല്. പിന്നെ തലയണയാണെങ്കിലും ഈ ഒരു അത് വലിയ കനം ഇല്ലാത്തൊരു തലയണയാണ് നല്ലത്. ഒത്തിരി വലിയ കനമുള്ള തലയണ ഉപയോഗിച്ചെന്ന് വെച്ചാൽ കഴുത്ത് ഇങ്ങനെ മടങ്ങിയാണ് ഇരിക്കുന്നത്. രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് ആ ശരിക്കും ഒരു വേദന അനുഭവപ്പെടാൻ. പിന്നെ സൈഡിലോട്ട് ഇങ്ങനെ കഴുത്ത് വെച്ച് ഇങ്ങനെ കിടക്കുന്ന ശീലമുള്ളവർ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ വ്യായാമങ്ങൾ ഒത്തിരി ഉണ്ട് ഈ കഴുത്തിന്റെ പവർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഓരോ ലെവലുള്ള മൊബിലിറ്റിയും ഇങ്ങനെ ഓരോ മൂവ്മെന്റ്സ് ഉണ്ട്. അതങ്ങനെ എക്സസൈസ് ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇങ്ങനെ റൊട്ടേഷൻ മൂവ്മെന്റ്സ് രണ്ട് സൈഡിലോട്ടും ചെയ്യാം. അങ്ങനെ പിന്നെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കഴുത്തിന്റെ മുന്നിലേക്ക് പവർ കൊടുത്തിട്ട് ബാക്കിലേക്ക് പ്രസ് ചെയ്യുക, ബാക്കിലേക്ക് പവർ കൊടുത്ത് ഫ്രണ്ട് അങ്ങനെ ചെയ്യുക.
അങ്ങനെയൊക്കെ ചെയ്യുന്നതോറും ആ മസിലിന്റെ കഴുത്തിന്റെ ആ ഒരു മസിലിന് ഇങ്ങനെ പവർ കൂടും. അപ്പം ആ സ്ട്രെയിൻ വരുന്നതൊക്കെ താങ്ങാനുള്ള ഒരു കഴിപ്പ് നമുക്ക് കൂടും. അതുപോലെ നടുവിനും ബാക്കിനും ഇങ്ങനെ ഇതുപോലെ പല പല എക്സസൈസ് ഉണ്ട്. അതിന് ഡെയിലി ഒരു 10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പൊ ശരിക്കും ഇങ്ങനത്തെ ഈ ഭാവിയിൽ ഇങ്ങനെ നടുവേന വരുന്നതൊക്കെ ഒത്തിരി, നടുവേനയും കഴുത്തുവേനയും വരുന്നത് ഒത്തിരി നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഈ നടുവേദനയും ഒരു മിനിറ്റ് ചോദിച്ചോളൂ, ഈ നടുവേദനയും കഴുത്തുവേദനയുള്ള ഒരു വെയിറ്റ് ട്രെയിനിങ്, പലരും എല്ലാവരും ജിമ്മിൽ പോകും, എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരു വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതിന് ദോഷമാണോ നല്ലതാണോ? വെയിറ്റ് ട്രെയിനിങ് ഒത്തിരി കരുതലോടെ വേണം ചെയ്യാനായിട്ട്. പലപ്പോഴും അത് വെയിറ്റ് ട്രെയിനിങ് കാരണം ഒത്തിരി പേര് നടുവേദന ഉണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ഇങ്ങനെ പെട്ടെന്ന് കൂട്ടി വരും. പക്ഷേ അങ്ങനെയല്ല ചെയ്യണം. നമ്മുടെ മസിലിന്റെ പവർ അനുസരിച്ച് സ്ലോലി ഒരു പതുക്കെ വേണം നമ്മൾ വെയിറ്റ് കൂട്ടി കൊണ്ടുവരാൻ. പലപ്പോഴും അത് ഒരു പെട്ടെന്ന് വെയിറ്റ് നോക്കും. എന്താണെന്ന് വെച്ചാൽ മസിൽ പെട്ടെന്ന് ഒരു പിടുത്തം വരും. അത് കാരണം അത് ആ സ്പൈനൽ കോഡിലേക്ക്, ആ വെർട്ടിബ്രയിലേക്ക് അങ്ങനെ ഒരു പിടുത്തം കാരണം ഭയങ്കര ഒരു ശ്വാസം കുനിയാൻ പറ്റാത്തൊരു അവസ്ഥ വരും. അതിങ്ങനെ പിന്നെയും വരുമ്പം ഡിസ്ക് തെറ്റാം. അങ്ങനെ ഓരോ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ശരിക്കും വെയിറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വളരെ ശരിക്കും ഒരു നല്ല പ്രോപ്പർ ഗൈഡൻസ് വേണം നമ്മൾ ചെയ്യാൻ. ഈ ഡിസ്ക് തെറ്റുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഡിസ്ക് പ്രോബ്ലം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ബാക്ക് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഡിസ്ക് തെറ്റിയതാണ് എന്ന് വരെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഈ എന്താണ് ഈ ഡിസ്ക് തെറ്റൽ ആക്ച്വലി? ഡിസ്ക് തെറ്റൽ എന്ന് വെച്ചാൽ നമ്മൾ കഴുത്ത് മുതൽ നമ്മുടെ ബാക്ക് വരെ 13 വെർട്ടിബ്ര ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഓരോന്നും ഓരോ കുഷൻ പോലെ ഒരു സംഭവം, അതാണ് ഡിസ്ക് എന്ന് പറയുന്നത്, ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ കുഷനിങ് എഫക്റ്റ് ആണ്. ഈ ഓരോ വെയിറ്റ് നമ്മുടെ ഈ ഓരോ ഷോക്ക് അബ്സോർബർ പോലെയാണ്, ഒരു കുഷനിങ് എഫക്റ്റ് ആണ്. പക്ഷെ അത് ചില സമയത്ത് അതിന്റെ ഒരു കവറിങ്ങിലൊക്കെ ഒരു നിരന്തരം ഈ സ്ട്രെയിൻ വന്ന് തേയ്മാനം വന്ന് അതിന്റെ അത് ഇങ്ങനെ നമ്മുടെ ആ ഒരു പൊസിഷനിൽ നിന്ന് തെന്നി പോകും. അത് ഒന്നെങ്കിൽ അത് ആ ഒരു പുറകോട്ടായിരിക്കും തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സൈഡിലോട്ടായിരിക്കും തന്നെ. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലോട്ട് തെന്നുമ്പോഴാണ് നമ്മുടെ ഈ കാലിലേക്കുള്ള നെർവ് സപ്ലൈനെ വരുന്നത് ഒരു മിന്നൽ പോലെ വരുന്നത്. പിന്നെ ഈ പുറകോട്ടല്ല മുന്നോട്ട് തള്ളി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ശരിക്കും നിരന്തരം ഭയങ്കര ബാക്ക് പെയിൻ വരാം, തളർച്ച പോലെയൊക്കെ വരാം, അങ്ങനെ ഓരോ പ്രോബ്ലംസ് വരാം. അപ്പൊ അത് വളരെ കോമൺ ഒരു പ്രോബ്ലം ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വളരെ യങ് ഏജിൽ, ഈവൻ ഒരു ലെയ്റ്റ് ടീനേജ് പോലുള്ള ആൾക്കാർ മുതൽ അത് കാണപ്പെടാറുണ്ട് ഇപ്പൊ. അതെന്തെങ്കിലും കാര്യമുണ്ട് ഈ ഡിസ്ക് പ്രോബ്ലം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, വേറെ എന്തെങ്കിലും ഡിസ്ക് പ്രോബ്ലം കൂടുതലായിട്ട്? അതും ബേസിക്കലി ഇത് തന്നെയാണ്, എല്ലാം മെയിൻ ഇത് തന്നെയാണ് കാരണം. കഴുത്തിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ഇത് തന്നെയായിരുന്നു. അവിടെ പ്രോപ്പർ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ബാക്കിലേക്കുള്ള വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആവുന്നില്ല. പിന്നെ നമ്മുടെ നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈല്, അതൊക്കെ കാരണം മസിലൊന്നും പ്രോപ്പർ പവർ ഇല്ല. അത് കാരണം എക്സസ് സ്ട്രെയിൻ വരുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ തന്നെ. ഈ ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഡിസ്ക് തെറ്റുന്ന ഈ സംഗതി കണ്ടുപിടിക്കാൻ എന്തെങ്കിലും എക്സ്റേ, സ്കാൻ, അങ്ങനെ എന്താ വേണ്ടത്? പരിശോധനകൾ എന്താ വേണ്ടത്? അതെ. ഇപ്പം ആദ്യം നമ്മൾ സാറിന് ഡിസ്ക് ഒരു ക്ലിനിക്കലി പരിശോധിച്ച് നമ്മൾ ഒരു ഡിസ്ക് തെറ്റിയെന്ന ഒരു സംശയം ഉണ്ടെങ്കിൽ അതിന്റെ എക്സ്റേ എടുക്കാം. പക്ഷെ അതിന്റെ എല്ലാം കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഒരു MRI തന്നെ എടുക്കണം. MRI എടുത്തു കഴിഞ്ഞാൽ ഏത് ലെവലാണ് ഡിസ്ക് തെറ്റിയേക്കുന്നത്, ഏതൊക്കെ ഞരമ്പ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. അത് അറിയുന്നതിന്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ട്രീറ്റ്മെന്റ് പ്ലാനിങ് നമുക്ക് ചെയ്യാൻ പറ്റും, എളുപ്പം ചെയ്യാൻ പറ്റും. ഈ ഡിസ്ക് തെറ്റുന്നതിൽ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ഒരിക്കൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ചെയ്താൽ പോലും പിന്നെയും ഇത് ഇടയ്ക്കിടയ്ക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ കുറെയൊക്കെ ഒരു പ്രോപ്പർ റെസ്റ്റും ഒരു ഫിസിയോതെറാപ്പിയും അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിരന്തരം ആശ്വാസം കിട്ടിയാൽ ആൾക്കാർ പിന്നെയും ഇത് തന്നെ ഒരു ബാക്ക് സ്ട്രെയിൻ റിപ്പീറ്റ് ചെയ്യേണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെയും ഒരുപാട് വന്നു കഴിഞ്ഞാൽ പിന്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഓൾറെഡി ഒരു ഡാമേജ് ഉണ്ട്. അത് താൽക്കാലികമായിട്ട് റിപ്പയർ ചെയ്യില്ലെങ്കിൽ നമ്മൾ ബാക്കിന് ഒരു കെയർ കൊടുത്തില്ലെങ്കിൽ അത് പിന്നെയും വരാൻ ചാൻസ് കൂടുതലാണ്. ഇതിന്റെ ഈ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഡിസ്ക് പ്രോബ്ലത്തിന്റെ ഒരു ചികിത്സാ സാധ്യത എന്താണ്? ചികിത്സാ സാധ്യത ഇനീഷ്യലി റെസ്റ്റും ചെറിയ തോതിൽ മജോറിറ്റി കേസുകളും റെസ്റ്റ് കൊണ്ട് മാറാം. പിന്നെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി, പല ആൾട്ടർനേറ്റ് മെഡിസിൻസ് ഉള്ള പല ട്രീറ്റ്മെന്റ് മോഡാലിറ്റീസ് അതൊക്കെ ട്രൈ ചെയ്യാം. പക്ഷെ ഇതൊന്നും ഏറ്റില്ലെങ്കിൽ സർജറി നല്ല സക്സസ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഒരു കാര്യം ഓർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിസ്ക് പ്രൊലാപ്സിനും ഒരേ തിരുമ്മലോ അല്ലെങ്കിൽ ഈ ഫിസിയോതെറാപ്പി എഫക്റ്റ് ആവുന്നില്ല. അതിന് ഓരോന്നിനും ഓരോ ഇൻഡിക്കേഷൻ ഉണ്ട്, അതിന് ഓരോ കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ സർജറി, എല്ലാ ഡിസ്ക് പ്രൊലാപ്സിനും സർജറി എഫക്റ്റീവ് ആവണമെന്നില്ല. അതൊക്കെ അതിനൊക്കെ ഓരോ കാരണങ്ങളാണ്. അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ പരിശോധിച്ച് നമ്മുടെ സ്കാനിങ് എല്ലാം വഴി കറക്റ്റായിട്ട് അത് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മളത് പ്ലാൻ ചെയ്യാനായിട്ട്. ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യാൻ പലപ്പോഴും ആ പ്ലാനിങ്ങിൽ തെറ്റുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു റിസൾട്ട് കിട്ടാത്തത്. ഈ ഡിസ്ക് പ്രൊലാപ്സിന്റെ കാര്യം അല്ലെങ്കിൽ ഇപ്പൊ ഈ വേദനയുടെ കാര്യം പറഞ്ഞപ്പോ ഇതിന്റെ യൂഷ്വൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പൊതുവെ ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് ആണ്. ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് കൂടുതൽ നാൾ കഴിക്കുന്നത് ശരിയല്ല. അപ്പൊ നമുക്ക് മാക്സിമം ഒരു സേഫ് ആയിട്ട് എത്ര നാള് ഈ മരുന്ന് കഴിച്ച് നോക്കാം ഇത് കുറയൂലെന്ന്?
ബേസിക്കലി മരുന്നിനായിട്ട് ഇമ്പോർട്ടൻറ്റ് റെസ്റ്റ് ആണ്. നമ്മൾ റെസ്റ്റ് ആണ്, ബാക്ക് സ്ട്രെയിൻ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. മരുന്ന് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പ്രൊലോങ്ഡ് മരുന്ന് നമ്മൾ സാറിന് അഡ്വൈസ് ചെയ്യാറില്ല. കുറച്ച് ദിവസങ്ങൾ മാത്രമേ അഡ്വൈസ് ചെയ്യാറുള്ളൂ. പിന്നെ ഒത്തിരി പ്രൊലോങ്ഡ് യൂസിന് അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ മരുന്നിനായിട്ട് കൂടുതൽ റെസ്റ്റ് എടുത്ത് നോക്കുക. പിന്നെ അവരൊക്കെ പ്രോപ്പർ എക്സസൈസ് ഒക്കെ ഒന്ന് വേദന ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസസ് അഡ്വൈസ് ചെയ്യാണ് നമ്മൾ ചെയ്യാറുള്ളത്. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഡാമേജ് ഫർദർ പ്രോബ്ലംസ് വരാതിരിക്കാൻ വേണ്ടി ഉള്ള സ്പൈനിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ ചെയ്യുകയാണ് നമ്മൾ സാറിന് അഡ്വൈസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ സർജറി പറഞ്ഞല്ലോ. ആക്ച്വലി ഈ സർജറിയിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? സർജറി പല ഇതാണ്, പല ടൈപ്പ് ഉണ്ട്. എൻഡോസ്കോപ്പി സർജറീസ് ഉണ്ട്, മൈക്രോ ലംബാർ ഡിസ്ക് മൈക്രോസ്കോപ്പി സർജറീസ് ഉണ്ട്. പിന്നെ ചിലപ്പോൾ ചില കേസിലൊക്കെ ഓപ്പൺ സർജറി ചെയ്യേണ്ടി വരും. അത് ഈ ഒരു കുറെ ലെവൽസ് ഇൻവോൾവ് ചെയ്യുന്നെങ്കിലും അതിങ്ങനെ ഒരുപാട് കണ്ടിന്യൂസ് തേയ്മാനം സംഭവിച്ച് ഇങ്ങനെ നമ്മുടെ സുഷുപ്ത നാടി ഇങ്ങനെ കംപ്രസ് ആയിരിക്കുമ്പോഴും ശരിക്കും ഓപ്പൺ സർജറി വേണ്ടി വരും. അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. അത് കറക്റ്റ് അതിന്റെ ആ ഒരു കാരണം കണ്ടുപിടിച്ചാണ് നമ്മളത് സർജറി ഡിസൈഡ്. നമ്മൾ ബാക്ക് പെയിന്റെ കാര്യം പറഞ്ഞു, ഡിസ്ക് പ്രൊലാപ്സിന്റെ കാര്യം പറഞ്ഞു. പലപ്പോഴും ഇത് സംഭവിക്കുന്നത് ചിലപ്പം ഗ്രാജുവൽ ആയിട്ട് തന്നെ ആവണമെന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ മിന്നൽ പോലത്തെ വേദന വന്ന് ഡിസ്ക് പ്രൊലാപ്സോ അങ്ങനെ എന്തെങ്കിലും വന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടാൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? ഇനീഷ്യലി ഡോക്ടറെ കാണോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം? പെട്ടെന്നൊരു വേദന മാത്രമാണെങ്കിൽ അപ്പം ഇമ്മീഡിയറ്റ് റെസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മളപ്പം തന്നെ വെയിറ്റ് ഒന്നും അവിടെ ചെയ്യുന്ന ജോലി സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കുക, അതാണ് ചെയ്യേണ്ടത്. പിന്നെ ആ സമയത്ത് കുറച്ച് തുണിയൊക്കെ ചെറിയ ചൂടൊക്കെ കൊടുത്ത് അവർ മസിൽ ചിലപ്പോൾ പിടിച്ചായിരിക്കാം, അപ്പോൾ മസിലിന് ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുക. സാധാരണ രീതിയിൽ കുറച്ചൊരു ഫ്യൂ അവേഴ്സ് അല്ലെങ്കിൽ ഒരു 1-2 ദിവസം ചിലപ്പോൾ കിടന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് മജോറിറ്റി കേസുകൾ. അതിൻ്റെ ഇടയ്ക്ക് വേദന ഉള്ളപ്പം പിന്നെ നമ്മൾ ഫർദർ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ ശ്രമിക്കില്ല. ചെയ്യുമ്പോൾ കൂടുതൽ അത് പെട്ടെന്ന് അഗ്രവേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് മാറിയില്ലെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടി വരും. ഈ സംഗതി ഇപ്പം നമ്മൾ വേദന പറഞ്ഞു, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇതൊന്നും ശരിക്കും പ്രോപ്പറായിട്ടൊരു മെഡിക്കൽ അറ്റൻഷൻ കൊടുത്തില്ല എങ്കിൽ, ഒരു ഡോക്ടറെ കണ്ട് വേണ്ട വിധത്തിലുള്ള ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലത്തെ പ്രിക്കോഷൻസ് ഒന്നും എടുക്കുന്നില്ല എങ്കിൽ ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താ? കോംപ്ലിക്കേഷൻ സാധ്യതയുണ്ടോ? കോംപ്ലിക്കേഷൻ സാധ്യതയുണ്ട്. കാരണം നമ്മളിപ്പം നമ്മുടെ ബോഡിയിൽ അതൊരു കോംപ്ലിക്കേറ്റഡ്, നമ്മുടെ പറയുന്ന സംബന്ധം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു വെട്ടബ്ര ഉണ്ട്, അതിന്റെ ഇടയിൽ ഡിസ്കുകളുണ്ട്, കവറിംഗ് മസിൽസ് ഉണ്ട്, ലിഗമെന്റ്സ് ഉണ്ട്. പിന്നെ അതിന്റെ നടുക്കോടെയാണ് നമ്മുടെ സ്പൈനൽ കോഡ് നെർവ്സും പോകുന്നത്. അപ്പം ഇതിന് നമ്മൾ ആദ്യം ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ചെറിയ ഇൻസൾട്ട് പോലെ ഒരു തേയ്മാനം പോലെ ഉണ്ടാവും. അത് പിന്നെ ബോഡി നാച്ചുറലായിട്ട് അതിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കും. പിന്നെയും അത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി എക്സ്ട്രാ ബോണിന്റെ തിക്നെസ് കൂടാനും അങ്ങനെ ഒരു സംഭവിക്കാം. അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് വളർന്ന് നമ്മൾ ഈ എക്സ്ട്രാ നമ്മുടെ സുഷുപ്ത നാഡി സ്പൈനൽ കോഡിനെയും നെർവ്സിനെയൊക്കെ ഇങ്ങനെ കംപ്രസ് ചെയ്യാനും അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഈ സ്പോണ്ടിലൈറ്റിസ് എന്നൊക്കെ പറയുന്നത്. ഈ സെർവൈക്കൽ നല്ല സ്പോണ്ടിലൈറ്റിസ്. ചിലവർ എന്നിട്ടും സൂക്ഷിക്കാത്തവർ അത് കംപ്ലീറ്റ് അങ്ങനെ കംപ്രസ് ചെയ്ത് ഭയങ്കര എപ്പോഴും മരയിപ്പ്, കയ്യാൽ മുഴുവനും കഴുത്ത് നല്ല കഠിനമായ കഴുത്ത് വേദന, ഇവിടെ എല്ലാം മരയിപ്പ്, കാല് മുഴുവനും തരിക്കുന്ന വേദന. കുറച്ച് കഴിയുമ്പോൾ അടുത്ത സ്റ്റേജിന് വരച്ച് പിന്നെ തളർച്ച തുടങ്ങും. കൈ പതുക്കെ അനങ്ങാൻ പറ്റുന്നില്ല, പവർ ലോസ് വരും. അത് ആ ഒരു നമ്മുടെ പവർ കൺട്രോൾ ചെയ്യുന്ന ആ നെർവ്സിനെ എഫക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഒരു സ്റ്റേജസ്, അടുത്ത കോംപ്ലിക്കേഷൻ സ്റ്റേജസ്. ഇപ്പൊ സർജറിയുടെ കാര്യം പറഞ്ഞല്ലോ, അതിന്റെ മരുന്ന് കൊണ്ട് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ചൂട് പിടിക്കല്, പിടിച്ചില്, തരിമൽ എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം ചെയ്ത് ശരിയാവുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റേജിലാണ് നമ്മൾ സർജറിയെ കുറിച്ച് ആലോചിക്കുന്നത്. എല്ലാ പേഷ്യൻസിനും ചെയ്യാൻ പറ്റില്ല, ചില കേസിൽ മാത്രമേ സർജറി സക്സസ്ഫുൾ ആവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സെലക്ടഡ് കേസിൽ നമ്മൾ സർജറി ചെയ്യുകയാണെങ്കിൽ പോലും ഈ സർജറിയെ കുറിച്ച്, പ്രത്യേകിച്ചും സ്പൈനിൽ ചെയ്യുന്ന സർജറിയെ കുറിച്ച് പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശങ്ക, അതായത് സ്പൈനിൽ തൊടുന്നത് കൊണ്ട് ഒരു ഭീതി ഉണ്ട്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഭീതി പണ്ടുകാലത്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ടായിരുന്നു ഈ സ്പൈനൽ സർജറീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. പക്ഷെ ചെയ്യുന്തോറും അതിന്റെ ആ ഒരു സ്റ്റഡീസിലുള്ള ആൾക്കാരുടെ അറിവ് കൂടി വന്നു. അതിന്റെ നമ്മുടെ സ്പൈനിന്റെ ആ ഫങ്ഷനിങ്ങിന്റെ രീതിയും ആ ഞരമ്പിന്റെ ഓരോ അതിന്റെ അനാറ്റമിയും അതിന്റെ ഫിസിയോളജി എല്ലാം കൂടുതൽ അറിയാൻ തോറും ഡോക്ടേഴ്സിനുള്ള അറിവ് വരുന്തോറും സർജറി സക്സസ് കൂടി വന്നു. പിന്നെ ഇപ്പോഴത്തെ ടെക്നോളജി എന്നൊക്കെ വെച്ചാൽ ടെക്നോളജി ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇപ്പം ജസ്റ്റ് ഒരു 1-2 സെന്റിമീറ്റർ ചെറിയ ഇൻസിഷനോടെ ഇപ്പം മേജർ സ്പൈൻ സർജറി ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി അഡ്വാൻസ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ഡിസ്ക് സർജറിന്റെ സക്സസ് റേറ്റ് എന്ന് വെച്ചാൽ more than 95% ആണ് ഇപ്പൊ അറ്റ് പ്രസന്റ്. അത്രയും സക്സസ് റേറ്റ് ഉള്ള ഒരു സർജറിയാണ്.
വളരെ കോംപ്ലിക്കേറ്റഡ് സ്പൈൻ സർജറീസ് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വരാൻ. പക്ഷേ യൂഷ്വലി ഇപ്പോഴത്തെ കോമൺ ആയിട്ട് കാണുന്ന എല്ലാ ഡിസ്ക് സർജറീസും ഒക്കെ വളരെ ഹൈ സക്സസ് റേറ്റ് ഉള്ളതാണ്. അത് ബേസിക്കലി അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അതിൻ്റെ ടെക്നോളജി എല്ലാം വളരെ അഡ്വാൻസ് ആയിട്ടാണ് സക്സസ് റേറ്റ് കൂടിക്കൊണ്ട് വരുന്നത്. ഈ ഡിസ്ക് സർജറി ശരിക്കും നിങ്ങൾ ആ ഡിസ്ക് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? ഡിസ്ക് മൊത്തത്തിൽ എടുത്ത് മാറ്റത്തില്ല. ആ ബൾജ് ചെയ്ത പാർട്ടാണ് സാറിന് എൻ്റെ എൻഡോസ്കോപ്പ് അല്ലെങ്കിലും മൈക്രോ സർജറി ബൾജ് ചെയ്ത നെർവിനെ ഇറങ്ങി വരുന്ന ഓരോ നെർവ്സ് ഇറങ്ങി വരുമെന്ന് പറയുമല്ലോ. ഈ ഡിസ്ക് ബൾജ് നെർവ്സിനെ ഇങ്ങനെ തട്ടിയിരിക്കുമ്പോൾ ആണ് ഈ സിവിയർ പെയിനും അങ്ങനത്തെ ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് പെയിനും പിന്നെ ഒരു തളർച്ച പോലെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ തള്ളിയിരിക്കുന്ന നെർവിനെ ആ ഭാഗം മാറ്റും. അതെ, അത് മാറ്റും. ഇപ്പൊ ഈ നമ്മുടെ പ്രോഗ്രാമിന്റെ ഏകദേശം സമയം അവസാനിക്കാറായിരിക്കണം. എനിക്ക് ചോദിക്കാനുള്ളത് ഈ കഴുത്തിന്റെയും പുറം വേദനയുടെയും അല്ലെങ്കിൽ നടുവേദനയുടെയൊക്കെ കാരണങ്ങളെ അകറ്റി നിർത്താനും അതുപോലെ തന്നെ കഴുത്ത് വേദനയൊന്നും ഇല്ലാതെ ബാക്ക് പെയിൻ ഇല്ലാതെ ഒന്ന് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അത്യാവശ്യം വേണ്ട ഒരു ഉപദേശം കൊടുത്ത് നമുക്ക് നടത്താം. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു നേരെ നിൽക്കാനാണ് ദയവായിട്ട് ഡിസൈൻ ചെയ്യുന്നത്. അതിന് ആ രീതിയിൽ അതിനെ ബഹുമാനിക്കുക. അതിനെ എപ്പോഴും നമ്മളിങ്ങനെ വളയ്ക്കാനും ശ്രമിച്ചാൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ആദ്യം നമ്മൾ ഈ ലാപ്ടോപ്പ് ഉപയോഗിക്കൽ എന്ന് പറയാൻ പാടില്ല. കാരണം നമ്മൾ ഇപ്പോഴത്തെ വളരെ അത്യാവശ്യമുള്ള സംഭവം ലാപ്ടോപ്പ് മൊബൈലൊക്കെ ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മളൊരു കഴുത്ത് മൊബൈലാണെങ്കിലും ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് കഴുത്ത് നേരെ വെച്ചുകൊണ്ട് വേണം ഉപയോഗിക്കുന്നത്. ലാപ്ടോപ്പ് ആണെങ്കിലും നമ്മുടെ കണ്ണിന്റെ ആ ഒരു ലെവലിൽ വെച്ച് വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട്. പിന്നെ കാല് പൊക്കി വെച്ചുള്ള ഇരുന്നുള്ള ശീലം എന്ന് വെച്ചാൽ വളരെ നല്ല ശീലമല്ല. അതൊക്കെ പറ്റാമത്തോളം ഒഴിവാക്കുക. പിന്നെ നമ്മൾ ഉറങ്ങാൻ നേരത്തുള്ള ശീലങ്ങൾ എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കിടന്നുറങ്ങാനാണ് നമ്മൾ ശാസ്ത്രം പഠിപ്പിച്ചുള്ളത്. ഇരുന്നുറങ്ങിയുള്ള ശീലങ്ങൾ അതൊക്കെ ഒഴിവാക്കുക. അങ്ങനെ ചെയ്യുന്നു. അല്ലെങ്കിൽ സൈഡിങ്ങനെ തല വെച്ച് ഇങ്ങനെ ഉറങ്ങുക, ഇരുന്നുറങ്ങുക, അതൊക്കെ ഒഴിവാക്കുക. പിന്നെ ഉറങ്ങുമ്പോൾ എപ്പോഴും നമ്മളൊരു കട്ടിയുള്ള മാട്രസ് ഉപയോഗിക്കുക, നല്ല കനം കുറഞ്ഞ പില്ലോ ഉപയോഗിക്കുക. അതും ശീലിച്ചു തുടങ്ങുക. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിരന്തരം വ്യായാമങ്ങൾ ചെയ്യുക. കഴുത്തിൻ്റെ ബാക്കിൻ്റെ എക്സസൈസ് ചെയ്യുക. അത് പല വ്യായാമങ്ങൾ അത് നെറ്റിലൂടെ നോക്കി ഇഷ്ടം പോലെ അതിൻ്റെ കാണുക. അതൊക്കെ നിരന്തരം ഡെയിലി ഒരു 10 മിനിറ്റ് ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞാൽ ഗുണം ചെയ്തു. പിന്നെ നമ്മൾ ഈ ഇപ്പം എല്ലാവരും ഡ്രൈവിങ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലായിടത്തും പോകുന്നത്. ഇപ്പം നമ്മളൊരു ചിലപ്പോൾ ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിൽ പല ഒത്തിരി നേരിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരേപോലെ ഇരിക്കുക. അത് ഇടയ്ക്ക് നമ്മൾ ഓർക്കുക, നമ്മുടെ അങ്ങോട്ടൊക്കെ കനക്കി കൊടുക്കുക. ബാക്ക് ആണെങ്കിലും കാരണം ഇപ്പോഴത്തെ കാറുകളൊന്നും അതിൻ്റെ ശരിക്കും ബാക്കിൻ്റെ ഫുൾ ആ ഒരു പ്രോപ്പർ ഡിസൈനിങ് അല്ല. എല്ലാവരും 90 ഡിഗ്രിയിൽ ഉണ്ടാക്കുമെങ്കിലും അതല്ല ശരിക്കും ഒരു കറക്റ്റ് ഡിസൈനിങ്. ബാക്ക് സപ്പോർട്ടുള്ള ഡിസൈനിങ് ഉള്ള കാറുകളൊക്കെ കുറവാണ്. അപ്പൊ അതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിനൊക്കെ ഇടയ്ക്ക് ഒരു റിലാക്സേഷൻ ഒക്കെ കൊടുക്കുക. അപ്പൊ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ഡോക്ടർ അരുൺ ഉമ്മൻ, അദ്ദേഹം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജൻ ആണ്. ബാക്ക് പെയിൻ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം കോമൺ ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലമാണ്. അതെന്താണ് അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ ഇമെയിലിലേക്ക് നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ എഴുതുക. അടുത്തയാഴ്ച മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.